നമുക്ക് ഈ പിൻട്രസ്റ്റ് വൈബുള്ള ഒരു ഇൻവിസിബിൾ ചെയിൻ ഉണ്ടാക്കിയാലോ. അതിന് മെയിനായിട്ട് വേണ്ടത് ഗിയർ വയറാണ്. അതുപോലെ തന്നെ ഗിയർ ലോക്ക് വേണം. ഇത് ബീഡ്സിനുള്ള നമുക്ക് ലോക്ക് ചെയ്ത് വയ്ക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഇഷ്ടമുള്ള കളർ കോമ്പിനേഷനുള്ള ബീഡ്സ് എടുക്കുക. ഈ ഗിയർ വയർ സിൽവർ കളറിലും ഗോൾഡൻ കളറിലും ഷോപ്സിലൊക്കെ അവൈലബിൾ ആണ്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഗിയർ വയറിൻ്റെ ഒരു സൈഡിൽ നമ്മൾ ഹുക്കില്ലേ ചെയിൻ ലോക്ക് ചെയ്യാൻ പോകണം. ഹുക്ക് നമ്മൾ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ 2 ഗിയർ ലോക്ക് ഇടുക. ഫസ്റ്റ് ആ 2 ഗിയർ ലോക്കിൻ്റെ ബീഡ് ഇട്ടതിന് ശേഷം നമ്മൾ ഈ ഹുക്കിൻ്റെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന പോർഷനാണ് നമ്മൾ ഫസ്റ്റ് ജോയിൻ ചെയ്യാൻ പോകുന്നത്. ആ ജോയിൻ ചെയ്യാൻ പോകുന്ന ഭാഗം ഇതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു എൻഡ് മടക്കി ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് തിരിച്ച് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യണത്. ഒരു ബെൻഡ് പോലെ ആക്കിയിട്ട് ഇൻസേർട്ട് ചെയ്യാണ് ചെയ്യണത്. 2 ഗിയർ ലോക്കും ഉള്ളിൽ വരുന്ന പോലെ 2 ഗിയർ ലോക്കിൻ്റെ ഉള്ളിൽ വരുന്ന പോലെ ചെയ്തിട്ട് നമ്മൾ ഏതെങ്കിലും ഒരു പ്ലെയർ വെച്ചിട്ട് നമ്മൾ നോർമലായിട്ട് പ്രസ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗിയർ ലോക്ക് അവിടെ പ്രസ്സായിരുന്നുള്ളൂ. പ്രസ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ പ്രസ് ആവുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ നമ്മൾ നെക്സ്റ്റ് എൻഡിൽ കൂടെ ബീഡ്സ് ആഡ് ചെയ്യാൻ പോവാണ്. അതിന് മുന്നേ നമ്മൾ ഫസ്റ്റ് ഒരു ഗിയർ ലോക്ക് ആഡ് ചെയ്യുന്നു. അതിനുശേഷം ഒരു ബീഡ്, അതിനുശേഷം വീണ്ടും ഒരു ഗിയർ ലോക്ക്. അതുപോലെ തന്നെ ആഡ് ചെയ്യുന്ന ഓരോ ബീഡ്സിൻ്റെയും 2 എൻഡിലും ഓരോ ഗിയർ ലോക്ക് വരുന്ന പോലെ. അതായത് ഒരു ബീഡ് കഴിഞ്ഞിട്ട് 2 ഗിയർ ലോക്ക് വരും. അതിനുശേഷം നെക്സ്റ്റ് ബീഡ് വരാം. അപ്പോൾ ഓരോ ബീഡിനും തന്നെ 2 ഗിയർ ലോക്ക് വരുന്ന പോലെയാണ് നമ്മൾ എന്ത് ചെയ്ത് കൊടുക്കേണ്ടത്, ഇൻസേർട്ട് ചെയ്ത് കൊടുക്കേണ്ടത്. ഇതിൽ ആഡ് ചെയ്യുന്ന കളർ കോമ്പിനേഷൻസ് ഒക്കെ നമുക്ക് തന്നെ സെലക്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ് എൻഡിൽ നമ്മൾ എന്താ ഹൂക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. 2 ഗിയർ ലോക്ക് ഇട്ടതിന് ശേഷം നമ്മൾ ഹൂക്ക് ഇൻസേർട്ട് ചെയ്തിട്ട് നമ്മൾ എന്താ ഒരു ബെൻഡ് ക്രിയേറ്റ് ചെയ്ത് ആ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലേക്ക് ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല രീതിയിൽ ഇൻസേർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്ലെയർ ഉപയോഗിച്ച് അതിനെ ടൈറ്റ് ചെയ്ത് കൊടുക്കണം. അതായത് ലോക്കിനെ പ്രസ് ചെയ്ത് കൊടുക്കണം. നമുക്ക് അങ്ങനെ തന്നെ യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മൾ എന്താ ഓരോ ബീഡിൻ്റെ ഇടയിൽ ഓരോ ഗ്യാപ്പ് ഇട്ടതിന് ശേഷം നമ്മൾ ഓരോ ഗിയർ ലോക്കിന് നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് നമുക്ക് ഇതിനെ എന്താ മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ. ഒന്നെങ്കിൽ അത് അങ്ങനെ തന്നെ ഫ്രീ ആയി വിടാം. ഞാനിതിൽ എന്താ ചെയ്യണതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ബീഡ്സിൻ്റെ ഇടയിലും ഗ്യാപ്പ് ഇട്ട് ഓരോ ഗിയർ ലോക്കിനും ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഈ സെയിം സ്റ്റെപ്സ് തന്നെയാണ് ഡബിൾ ലൈൻ ചെയിൻ ഉണ്ടാക്കുന്നതിനും. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.